നമ്മൾ എന്ത് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലല്ലല്ലോ, ഇത് പുറത്തല്ലേ, UP-യിലല്ലേ, ഗുജറാത്തിലല്ലേ. ഇത് എത്തിക്കഴിഞ്ഞിട്ടോ നമ്മുടെ നാട്ടിൽ വയനാട് കൽപ്പറ്റ നടന്ന സംഭവം കേട്ടോ, ഒന്ന് കണ്ടുനോക്ക്. ഒരു 16-കാരനെ കുറച്ച് ചെക്കന്മാരെല്ലാം കൂടെ വിളിച്ചിട്ട് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി പട്ടിനെ തല്ലും പോലെ തല്ലാണ്. എല്ലാത്തിനെയും പോലീസ് പിടിച്ചിട്ടുണ്ട്. പോലീസ് പിടിച്ചിട്ട് എന്താ കാര്യം? എല്ലാത്തിനെയും പിടിച്ചിട്ട് ജുവനൽ ഹോമിലാക്കും. അവിടെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വീട്ടിലേക്ക് വിടും. ഇവന്റെ നാട്ടുകാർ വയനാട് കൽപ്പറ്റയിൽ ഇവന്റെ നാട്ടുകാരുണ്ടാവുമല്ലോ, കയ്യൂക്കുള്ള ആൾക്കാരൊന്നും ഇല്ലടാ. ഈ ചങ്ങായി, ഈ ചിപ്പല്ലി പോലത്തെ ചങ്ങായി, ഓനൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഓൻ എന്താ വിചാരം, ഒരു ഒറ്റ കുത്തിന് മയ്യത്തായി പോവും. അങ്ങനത്തെ സാധനം നാഞ്ഞൂലിന്റെ മരല്ലേ അടിച്ച് അണപ്പൽ തെറിപ്പിക്കണം. ഇവന്റെ തന്തക്കും തള്ളക്കും എന്തായാലും പറ്റില്ല. തന്തക്കും തള്ളക്കും പറ്റിയാണെങ്കിൽ ഇങ്ങനെ വളരൂലല്ലോ. അവിടെ നാട്ടുകാർ നോക്കണം. നാട്ടുകാരില്ല അവിടെ. ഇറങ്ങിക്കഴിഞ്ഞാലും കൊടുക്കണം, തീർക്കണം സൂക്കേട്. ഇതിനൊക്കെ മരുന്ന് തന്നാൽ നല്ല കിട്ടാറിഞ്ഞിട്ടാ, നല്ല കിൻഡൽ പോലത്തെ അടി അടിച്ചിട്ട് കൊണ്ട് അണപ്പൽ തീർപ്പിക്കണം എല്ലാത്തിൻ്റെ. പറഞ്ഞപ്പോൾ UP-യിലേക്കൊന്നും നിങ്ങൾ നോക്കണ്ട, ഗുജറാത്തിലേക്ക് നോക്കണ്ട. എത്തി ഷഹബാസ് മരിച്ചില്ലേ, അതേപോലത്തെ ഒരു കേസ്. ഈ ചക്ക മരിച്ചു വരുമെങ്കിൽ ആർക്ക് പോയി? ആ കുടുംബക്കാർക്ക് പോയി, അവൻ്റെ വാപ്പക്കുമ്മക്കും പോയി. 16 വയസ്സുകാരെ അച്ചക്കൻ ചോറി വരെ പറയുന്നുണ്ട്. എന്ത് ക്രൂരതയാടാ അതിൻ്റെ മക്കളെ.